ഹായ്, ഇതാണ് നാൽപ്പാമരാതി തൈലം. ഇത് ഇപ്പം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, മുഖത്ത് ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. ഇത് എനിക്ക് ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്നാണ് കിട്ടിയത്. കാരണം ഇവിടെയും ഇതിൻ്റെ മുകളിലും അതുപോലെ തന്നെ ഇതിലും ഇങ്ങനെ ഒരു പൊള്ളൽ പോലെ പാട് വന്നിട്ട് ഞാൻ കാണിച്ചപ്പോൾ കഷായവും ഈ തൈലവും തന്നു, മുഖത്തിടാനായിട്ടും ദേഹത്തിടാനായിട്ടൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഞാനത് കഷായം കുടിക്കാൻ വയ്യാത്തത് കൊണ്ട് ഇത് അധികം യൂസ് ചെയ്യാണ്ട് മാറ്റി വയ്ക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അല്ലാണ്ട് ഹോസ്പിറ്റലിൽ പോയി കാണിച്ച് ഒരു മോയ്സ്ചറൈസറും ഒരു സൺസ്ക്രീൻ, കാരണം കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ സൺസ്ക്രീനാണ് തന്നെ എൻ്റെ സ്കിന്ന് സെൻസിറ്റീവ് ആണെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ അതൊക്കെ മേടിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ട് 2-3 മാസം കഴിഞ്ഞിട്ട് ഇത് അധികം റിസൾട്ടൊന്നും വന്നില്ല. ഈ നയസിനമൈഡ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സിറോണ് കേട്ടോ, കുറേ കാലം യൂസ് ചെയ്തില്ല. പിന്നെ നയസിനമൈഡ് ഇടാണ്ടിലായപ്പോഴത്തേക്ക് നയസിനമൈഡ് മേടിച്ച് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നയസിനമൈഡ് ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷേ ഇതങ്ങനെ ഫീഡാവുന്നില്ല. പക്ഷേ മുഖമൊക്കെ അത്യാവശ്യം ഇതായി വരുന്നുണ്ട്. ഇവിടെയൊക്കെ വരുന്ന പാടുകൾക്ക് വ്യത്യാസമുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വന്ന പാടിനൊന്നും അങ്ങനെ വ്യത്യാസം വരത്തില്ല. പെട്ടെന്ന് വരുന്ന നമുക്കിപ്പം ഏജായി വരുമ്പോഴത്തേക്ക് വരുന്ന പാടുകളുണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഫെയ്ഡായിട്ടുണ്ട്. എന്നാലും ഈ പൊള്ളലിൻ്റെ ആ പാട് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ വീണ്ടും ഞാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി. രാവിലെ ഇട്ടിട്ട് കഴുകിക്കളഞ്ഞിട്ട് മോയ്സ്ചറൈസറും സൺസ്ക്രീനും അപ്ലൈ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത് വീണ്ടും ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് കുറച്ച് നാളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചപ്പോൾ ഇത് ഫെയ്ഡായി തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ ഇത് ഷെയർ ചെയ്ത് തരാമെന്നോ. ഇത് ആയുർവേദം ആണ്. എനിക്ക് ഓയിലി സ്കിന്നാണ്. ഓയിലി സ്കിന്നിടുമ്പോഴത്തേക്ക് ഒരു വല്ലാത്ത ഇറിറ്റേഷൻ തോന്നുന്നതുകൊണ്ടാണ് ഞാനത് നിർത്തിയത്. പക്ഷേ നിലവിൽ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ ഫെയ്ഡായി തുടങ്ങി. നല്ല സാധനം മാർക്കറ്റിൽ അവൈലബിളാണ്. ആയുർവേദ ഹോസ്പിറ്റലിൽ മാത്രമല്ല, മാർക്കറ്റിലും അവൈലബിളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ടാറ്റാ.